ശബരിമല ദ്വാരപാലക പീഠം വിവാദത്തിൽ വഴിത്തിരിവ്. പീഠം കാണാതായെന്ന് ആരോപണമുന്നയിച്ച സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കണ്ടെത്തി. പീഠം ഒളിപ്പിച്ചതിന് പിന്നിൽ അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയാനുള്ള ഗൂഢാലോചനയെന്ന് സർക്കാരും ദേവസ്വം ബോർഡും ആരോപിക്കുന്നു. പീഠം തന്റെ സഹായിയുടെ കൈവശമുണ്ടെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം. സർക്കാർ ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച് ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലായിരുന്നു ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമുയർന്നത്. ഇതിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളുടെ മുന്നിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്പോൺസറായ താൻ മറ്റൊരു പീഠം നിർമ്മിച്ചു നൽകിയിരുന്നുവെന്നും 3 പവന്റെ പീഠം ഇപ്പോൾ എവിടെയെന്നതിൽ വ്യക്തതയില്ലെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. താങ്ങ് പീഠം എന്ന് പറഞ്ഞ ഏറ്റവും താഴെ ദ്വാരപാലകരെ താങ്ങി നിർത്തുന്ന ഒരു പീഠമുണ്ട്. ആ പീഠത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്വർണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ ബോർഡ് ശ്രദ്ധയിൽപ്പെടുത്തി. അന്ന് കൊറോണ അതിദുരൂഹമായിരിക്കുന്ന ഒരു സമയമായിരുന്നു. നേരിട്ട് പോയി ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വന്നാൽ തിരിച്ച് നമ്മളവിടെ ചെല്ലുമ്പോഴും ഏകദേശം 28 ദിവസത്തോളം ക്വാറന്റൈനിൽ നിന്നൊരു പ്രപ്പോസലിലേക്ക് നിൽക്കേണ്ടി വരും. ശബരിമല തന്നെ 100 പേർക്ക് മാത്രമേ അനുമതിയോടെ കയറി പോകാനുള്ളൊരു അനുവാദം ഇതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബോർഡ് നിർദ്ദേശിച്ചനുസരിച്ച് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അതിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇന്ന് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു തവണ സ്വർണം പൂശി നമ്മൾ സമർപ്പിച്ചത് തിരിച്ചെടുക്കുന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ സ്പോൺസറുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയത്. പീഠം എവിടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആരോപണമുന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും. എന്നെ മോഷ്ടാവാക്കിയില്ലേ, അതിനാരാ സമാധാനം പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകിട്ട് കളയുന്നതിന് വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ വാസുദേവന്റെ വീട്ടിലാണ് ആദ്യം പീഠം സൂക്ഷിച്ചിരുന്നത്. 2021 മുതൽ ഇയാളുടെ വീട്ടിലെ സ്വീകരണ മുറിയിൽ പീഠമുണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കോടതി ഇടപെടലുണ്ടായതോടെ പീഠം തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം 4.5 വർഷം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഈ കോടതി വിധി വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ ഞാൻ അന്ന് ട്രിവാൻഡ്രത്തുണ്ട് എന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നു. ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനമില്ല, ഞാനിത് മോഷ്ടിച്ചതല്ല. അന്ന് ഈ റിപ്പയർ ചെയ്യാൻ തന്നു, അവിടെ വച്ചിരുന്നു. ഞാൻ അതുപോലെ പൊന്നുപോലെ തന്നെ, ഞാൻ പേപ്പർ പോലും ഇളക്കിയിട്ടില്ല, ഞാൻ അതുപോലെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ പീഠം എവിടെയുണ്ടെന്നറിഞ്ഞ ശേഷം എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസിനെ വിവരം അറിയിച്ചില്ലെന്ന ചോദ്യമുയരുന്നു. മഹസറിൽ രേഖപ്പെടുത്താതെയാണ് പീഠം ദേവസ്വം ബോർഡ് തിരികെ റിപ്പയർ ചെയ്യാൻ കൊടുത്തത്. അതിനുശേഷം 4.5 വർഷമായിട്ടും പീഠത്തിന് എന്ത് സംഭവിച്ചുവെന്ന് ബോർഡും അന്വേഷിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.